കടന്നു പോകുന്നത്. ക്രയോൺ കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുകളിലെ വർഷം 20ഓളം കുട്ടികളുമായി 17 കുട്ടികളാണ് ഉണ്ടായത്. ആരംഭിച്ച ഒരു വിദ്യാലയത്തിൽ ആനക്കയം പഞ്ചായത്തിലെയും മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ വരുന്നുണ്ട്. ആനക്കയം പഞ്ചായത്തിൻ്റെ പുള്ളിയിലങ്ങാടി, ചിറ്റത്തുപാറ ഭാഗങ്ങൾ, ആനക്കയം, പെരിമ്പലം, പാണായി, വീട്ടിപ്പടി ഭാഗങ്ങൾ, മുട്ടിപ്പാലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതേപോലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുട്ടിപ്പാലം, ഉള്ളാടംകുന്ന്, 22 പോലുള്ള ഭാഗങ്ങൾ ഒക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് കുട്ടികൾ വരുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു സ്കൂൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു വീട് എന്നതിനാലാണ് ക്രയോൺ കിഡ്സിന് ക്രയോൺ കിഡ്സ് ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന നാമകരണം ചെയ്തത്. ഈ അർത്ഥത്തിൽ കുട്ടികളെ അവരുടെ ഉമ്മറപ്പടിയിൽ നിന്ന് എടുക്കുകയും വളരെ സുരക്ഷിതമായി ഈ ക്യാമ്പസിൽ എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ വിജയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റേതായ പരിമിതികളുള്ളതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റേതായ സവിശേഷതകൾ, ഒന്ന്, ഇതിന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾ നൽകി വരുന്ന പിന്തുണയാണ്. ഒരു നോട്ടീസോ ബോർഡോ ബാനറുകളോ ഇല്ലാതെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ലഭ്യമായ എല്ലാ ക്ലാസ് മുറികളും നിറഞ്ഞു കവിയുമാറ് കുട്ടികളെ ഇങ്ങോട്ടയച്ചത് ഇവിടുത്തെ രക്ഷിതാക്കളാണ്. എല്ലാ വർഷവും ഇവിടുത്തെ പരസ്യത്തിൽ പറയാറുള്ളത് പോലെ ക്രയോൺ കിഡ്സിനെ കുറിച്ചറിയാൻ നിലവിലുള്ള രക്ഷിതാക്കളോട് ചോദിച്ചാൽ മതി എന്നത് മാത്രമാണ് നമ്മുടെ വാഗ്ദാനം. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പരിമിതികളിലും ഈ സ്ഥാപനത്തെ വിശ്വസിക്കുകയും അതിലേക്ക് കുട്ടികളെ വിശ്വാസപൂർവ്വം പറഞ്ഞയക്കുകയും ചെയ്ത മുഴുവൻ രക്ഷിതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. എൻ്റെ എല്ലാ സന്തോഷവും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമത്, ഈ സ്ഥാപനത്തിൻ്റെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ കമ്മിറ്റഡായ അധ്യാപികമാരാണ്. അധ്യാപികമാർ എന്ന് പറയുന്നത് പുതിയ കാലത്ത് വളരെ വൈവിധ്യമാർന്ന ശേഷികളോടുകൂടിയുള്ള ആളുകളായിരിക്കൽ അനിവാര്യമാണ്. കുട്ടികൾക്ക് ഒരേ സമയം വിദ്യാഭ്യാസം നൽകാൻ മാത്രം പോരാ, സ്നേഹത്തോടെ പെരുമാറുകയും കെയറിങ്ങോടുകൂടി കുട്ടികളെ പരിചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നതാണ്. കുട്ടികളും അധ്യാപികമാരും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് തന്നെ അവർ ഭയങ്കര ഊഷ്മള ബന്ധമാണ്. എന്തെങ്കിലും കുട്ടികളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു അധ്യാപിക ഒരു ഭീകര രൂപത്തിലോ പേടിപ്പിക്കുന്ന സ്വഭാവത്തിലോ ഇല്ല എന്നതാണ് എൻ്റെ ബോധ്യം. അഥവാ കുട്ടികൾക്ക് മുന്നിൽ ആർക്കെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ അത് എന്നെ കാണുമ്പോൾ മാത്രമുണ്ടാകുന്ന ചില പ്രത്യേക പേടികളും എൻ്റെ ശബ്ദങ്ങളും എൻ്റെ ആംഗ്യ വിക്ഷേപങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ കുട്ടികളെങ്ങനെ ഞാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി കൃത്രിമമായി ചെയ്യുന്ന ചില പരിപാടികളാണ്. അതൊന്നും അല്ലാതെ എല്ലാ അധ്യാപികമാരും എല്ലാ കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. ഏത് ബ്രാൻഡിനും ചില സവിശേഷതകൾ ഉണ്ടാകാറുണ്ട്. എന്താണ് ക്രയോൺ കിഡ്സിൻ്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, വിളിച്ചാൽ എപ്പോഴും ലഭ്യമായ അധ്യാപികമാർ എന്നത് ക്രയോൺ കിഡ്സിൻ്റെ ഒരു സവിശേഷതയാണ്. കുട്ടികളെക്കുറിച്ച് ആക്ഷേപം പറയാത്ത അധ്യാപികമാർ എന്നത് ക്രയോൺ കിഡ്സിൻ്റെ ഒരു സവിശേഷതയാണ്. കുട്ടികളോട് സ്നേഹത്തോടെയും കരുണയോടും കൂടി പെരുമാറുന്ന അധ്യാപികമാർ എന്നത് ക്രയോൺ കിഡ്സിൻ്റെ സവിശേഷതയാണ്. കുട്ടികളുടെ വളർച്ചയിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ യഥാസമയം രക്ഷിതാക്കളെ അറിയിക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന അധ്യാപികമാർ എന്നത് ക്രയോൺ കിഡ്സിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വിനീത വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ബോധ്യത്തിൽപ്പെട്ടതാണ് ക്രയോൺ കിഡ്സ്
സ്കൂൾ എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ സ്കൂളായതിനാൽ കുട്ടികളുടെ ഒരു 360 ഡിഗ്രിയിൽ വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ ക്രയോൺ കിഡ്സ് അതിൻ്റെ സാധ്യമായ എല്ലാ പിന്തുണകളും നൽകുന്നുണ്ട് എന്നതാണ് എൻ്റെ ബോധ്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ കലാപരിപാടിയും ഈ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജനപ്രതിനിധികളുടെയും പിന്തുണ ആവശ്യപ്പെടുന്നു. തീർച്ചയായും കുട്ടികളുടെ എല്ലാ മേഖലയിലുമുള്ള വളർച്ചയ്ക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഏകദേശം ഇവരുടെ സംസാരവും നമ്മളുടെ പാട്ടുകാരിയുടെ ഗാനാലാപനവും കഴിഞ്ഞാൽ നേരെ ആരംഭിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടികളാണ്. സാധാരണഗതിയിൽ പ്രസംഗ പരിപാടികൾ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ 8 മണിക്ക് മുമ്പ് നമുക്ക് നറുക്കെടുപ്പ് നടത്താനുമുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ വാർഷിക പരിപാടിയുടെ ഉദ്ഘാടന പരിപാടി വളരെ ലളിതമാക്കിയത് ഇത് കൂടുതൽ കുട്ടികളുടെ പരിപാടികൾ ലഭ്യമാണ് എന്നതിനാലാണ്. അതുകൊണ്ട് കുട്ടികളാകട്ടെ റെഡിയായി കഴിഞ്ഞിട്ടുമുണ്ട്. എൻ്റെ രക്ഷിതാക്കളോടുള്ള എൻ്റെ അഭ്യർത്ഥന, അവിടെ വളരെ കുറഞ്ഞ അധ്യാപകരുള്ളൊരു സ്ഥാപനമാണിത്. ഇവിടേക്കുള്ള മതിയായ അധ്യാപകരുണ്ട്. അതിനാൽ കുട്ടികളെ ഡ്രസ്സ് ചെയ്യിക്കുന്നിടത്തോ അതല്ലെങ്കിൽ കുട്ടികൾക്കും കൂടി കലാപരിപാടി കണ്ടോട്ടെ എന്ന് കരുതി പുറത്ത് തിരുത്തിയിടത്തോ പോയി നോക്കിയാൽ നിങ്ങളെ കാണുമ്പോൾ അവർ കരയാൻ തോന്നും. അല്ലാത്തടത്തോളം അവർക്ക് അങ്ങനെ ഒരു കരച്ചിലുണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അവർ സുരക്ഷിതരല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഉദ്ഘാടന സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ സഞ്ചരിക്കുന്ന ഇടവഴികളിൽ, അവർ സഞ്ചരിക്കുന്ന ജീവിതപാതകളിൽ വെളിച്ചം ലഭിക്കുമാറ് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നേടാൻ, അതിൻ്റെ പ്രാഥമിക പടികൾ ചവിട്ടാൻ ഈ ക്രയോൺ കിഡ്സ് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തുതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ